വണ്ടർഫുൾ റൗണ്ട്. ആൻഡ് ഭയങ്കര പാടാണ് ലെഹങ്കാസ് നടക്കാൻ. അതും ഇത്രയും ഹെവി ആയിട്ടുള്ള ഇൻട്രിക്കറ്റ് വർക്ക്സിലെ ലെഹങ്കാസ് ആണ് നമ്മുടെ ഇഹാ ഡിസൈൻസ് ഉള്ളത്. സോ അവർക്ക് എന്തായാലും കൈയടി ഫോർ ദ അമേസിംഗ് ഷോ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മിസ് സൗത്ത് ഇന്ത്യയുടെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഇയർ ആണെന്ന്. വേറെ കുറച്ച് യുണീക്ക് ആസ്പെക്ട്സ് ആണ്. നമ്മൾ ഇപ്രാവശ്യം നമുക്കൊരു 14 days ഓഫ് ഗ്രൂമിംഗ് ആണ്. ഇന്ന് നമ്മുടെ Day 5 ആണ്. ഇപ്പോൾ ഗേൾസിന് ഇനി കുറേ ദിവസങ്ങൾ ബാക്കിയുണ്ട്. നമ്മുടെ ഫിനാലെ വരുന്നത് October 4th ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ്. ആൻഡ് നമുക്ക് ഇതിന് മുന്നേ ഒരു പ്രിലിമിനറി കോമ്പറ്റീഷൻ ഉണ്ട്. അത് നമ്മുടെ കൊച്ചിയിൽ 30th സെപ്റ്റംബറിനാണ് വരുന്നത്. സോ നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു ടു വാച്ച് ദ ഫിനാലെ, ടു വാച്ച് ദ ഷോ, ബിക്കോസ് ഇതിലൊരാളായിരിക്കും ദ നെക്സ്റ്റ് മിസ് സൗത്ത് ഇന്ത്യ. പിന്നെ ഈ ഒരു പാജന്റ് പോസിബിൾ ആവുന്നത് ഇസ് ബിക്കോസ് ഓഫ് ദ ലീഡർഷിപ്പ് ഓഫ് എ വണ്ടർഫുൾ വുമൺ. ഞാൻ എൻ്റെ ബ്യൂട്ടി പാജന്റ് ജേർണി തുടങ്ങിയപ്പോൾ വളരെയധികം ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഷീ ഈസ് ദ പില്ലർ ബിഹൈൻഡ് മിസ് സൗത്ത് ഇന്ത്യ. She is the director of the 23rd edition of Miss South India. So please, with a loud round of applause, welcome Ms. Archana Ravi for her director's address. Hey everyone, നമസ്കാരം. ആദ്യം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും വലിയൊരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എസ്പെഷ്യലി മീഡിയ ആൻഡ് എ വെരി ബിഗ് താങ്ക്സ് ടു നുഹ മാം. കാരണം വളരെ ചെറിയൊരു സമയത്താണ് നമ്മൾ ഇഹാ ഡിസൈൻസിനെ അപ്രോച്ച് ചെയ്ത് മാം ഞങ്ങളുടെ കണ്ടസ്റ്റൻസിന് ഇവിടുത്തെ ഒരു കളക്ഷൻ ഷോക്കേസ് ചെയ്യണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും മാം അത് ഉടനെ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഹ്യൂജ് ആണ് അപ്ലോസ് ടു നുഹ മാം. അതുപോലെ തന്നെ ശ്വേത പറഞ്ഞിരുന്നു, ആദ്യമായിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ഒരു റാമ്പ് വാക്ക്. സോ ഒട്ടും എക്സ്പീരിയൻസ് ഒന്നുമില്ല, അവരുടെ ഫസ്റ്റ് ടൈമാണ്. ആൻഡ് നിങ്ങൾ തരുന്ന ആ ഒരു എനർജി, ആ ഒരു കോൺഫിഡൻസ് ആണ് അവരുടെയും ഏറ്റവും വലിയൊരു എനർജിയും കോൺഫിഡൻസ് ആയിട്ട് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വർഷത്തെ മിസ് സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ടാഗാണ്, ബിയോണ്ട് ബൗണ്ടറീസ് ബിയോണ്ട് ബ്യൂട്ടി. സാധാരണ എല്ലാ സൗന്ദര്യ മത്സരങ്ങളിലും ഒരുപാട് ക്രൈറ്റീരിയാസ് ആണ് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നത്. അതായത് ഇന്നൊരു ഹൈറ്റ് ആയിരിക്കണം, ഇങ്ങനൊരു വെയിറ്റ് കാറ്റഗറി ആയിരിക്കണം, ഭയങ്കര സ്ലിം ആയിരിക്കണം, ഭയങ്കര വെളുത്തിട്ടായിരിക്കണം, ഒരു സൂപ്പർ മോഡൽ ലുക്ക് ആയിരിക്കണം, ഇന്ന ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, ഡോക്ടർ ആയിരിക്കണം, എഞ്ചിനീയർ ആയിരിക്കണം. അങ്ങനെ സൊസൈറ്റി ഒരു വലിയൊരു നീണ്ട ലിസ്റ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ ബ്യൂട്ടി പാജന്റ് കോമ്പറ്റീഷൻ, അത് മിസ് ഇന്ത്യ ആണെങ്കിലും മിസ് യൂണിവേഴ്സ് ആണെങ്കിലും മിസ് വേൾഡ് ആണെങ്കിലും ഒരുപാട് വർഷമായിട്ട് നടത്തി വരുമായിരുന്നു. പക്ഷെ ഒരു 3-4 വർഷമായിട്ട് മിസ് യൂണിവേഴ്സ് മിസ് വേൾഡ് പോലുള്ള പാജന്റുകൾ ആ ഒരു റൂൾസ് മൊത്തം മാറ്റി മാരിഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിനെ വെൽക്കം ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇന്ത്യയിൽ മാത്രമാണ് ഒരു ചേഞ്ചസും ഇതുവരെ വരാത്തത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു മിസ് സൗത്ത് ഇന്ത്യ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം നമ്മളെപ്പോലെ കുറേ സ്ത്രീകൾക്ക്, യങ് വിമൻ ആണ് ഈ ഒരു ടീമിലുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ വൈ നോട്ട് മേക്ക് ദാറ്റ് ചേഞ്ച് or why not be the first person to make the change എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഈ വർഷം we don't believe in taking any registration fees, we don't believe in keeping any boundaries for the girls. ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നില്ല. anybody from the age of 17 to 35 can participate in Miss South India. അതുപോലെ തന്നെ ഒരു കളർ ബാരിയറോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അവർ എന്ത് പ്രൊഫഷനിലാണ് വരുന്നത് ഇതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഈ 5 സ്റ്റേറ്റ്സിൽ നിന്നും 22 സുന്ദരിമാരെയാണ് നമ്മൾ മിസ് സൗത്ത് ഇന്ത്യ 2025 സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ എല്ലാ മീഡിയയുടെയും എല്ലാ ആൾക്കാരുടെയും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് നുഹ മാം ആൻഡ് ഇഹാ ഡിസൈൻസ് ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട് ഫോർ സപ്പോർട്ടിംഗ് യങ് ഗേൾസ് ലൈക്ക് us. താങ്ക് യു. സത്യമായിട്ട് പറയട്ടെ, ഈ ഒരു ഓഡിയൻസിന്റെ എനർജി അടിപൊളിയാണ്. ബിക്കോസ് ഓരോ ഗേൾസ് വരുമ്പോൾ നിങ്ങൾ ക്ലാപ്പ് ചെയ്ത് ചിയർ ചെയ്യുമ്പോൾ, ബിക്കോസ് ഒരു ബ്യൂട്ടി പാജന്റ് സ്റ്റേജിൽ നമ്മൾ പോകുമ്പോൾ കുറേ നെർവസ് ആയിരിക്കും അല്ലേ. നമുക്ക് ഫസ്റ്റ് ടൈം ആണ് റാമ്പിൽ വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ നമ്മൾ കണ്ടസ്റ്റൻസിനോട് പറയാം, നിങ്ങൾ എല്ലാ റൗണ്ടിലും നന്നായിട്ട് പെർഫോം ചെയ്താലാണ് നമ്മളൊരു വിന്നറിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ അർച്ചന മാം പറഞ്ഞ പോലെ തന്നെ നേരത്തെ നമ്മൾ പാജൻസ് നോക്കുന്ന സമയത്ത് എപ്പോഴും ഫിനാലെ മാത്രമാണ് അവർ ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ പ്രേക്ഷകർ കാണുന്നതും ജസ്റ്റ് ഫിനാലെ മാത്രമാണ്. അതിന് മുന്നേ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെ ഗ്രൂമിങ് സെഷൻസ് ആണ് അവർ അണ്ടർഗോ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പഠിക്കുന്നത് എന്നുള്ളത് ആരും കാണാറില്ല. പക്ഷെ ദിസ് ടൈം നമ്മൾ അതൊന്നും മാറ്റാണ്. നമ്മുടെ ഫസ്റ്റ് ഡേ വരുന്നത് തൊട്ട് നമ്മൾ ആ ഗേൾസിനെ ജഡ്ജ് ചെയ്യും. അവരെങ്ങനെയാണ് കോ കണ്ടസ്റ്റന്റിനോട് ബിഹേവ് ചെയ്യുന്നത്, അവർക്കൊരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ. കാരണം നമ്മൾ നോക്കുന്നത് അംബാസഡേഴ്സിനെയാണ്. നാളെ മിസ് സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഈ ഒരു കുട്ടി ഒരു റോൾ മോഡലാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്റ്റൈലിലുള്ള കുട്ടി നമ്മൾ നോക്കുന്നത്. ആൻഡ്
നേരത്തെ പറഞ്ഞ ഒരു ബൗണ്ടറീസ് ഇല്ല, ഒരു ബാരിയേഴ്സ് ഇല്ല. ചിലപ്പോൾ നമുക്ക് തോന്നുമായിരിക്കും സൗന്ദര്യ മത്സരം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമോ എന്ന് തോന്നുമായിരിക്കും, പക്ഷേ ദാറ്റ് ഇസ് വെയർ ചേഞ്ച് ബിഗിൻസ്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് മുന്നോട്ട് വരേണ്ടത്. പാജൻസ് എന്ന് പറയുന്ന ഒരു സ്പേസ് ഒരുപാട് കാലങ്ങളായിട്ട് ഉണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ അതിൻ്റെ ഒരു വാല്യൂ എവിടെയോ കുറഞ്ഞു പോയ പോലെ പലർക്കും തോന്നാറുണ്ട്. പക്ഷെ ആ വാല്യൂ തിരിച്ചു വരുന്നത് നമ്മൾ കുറേ കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ മിസ് സൗത്ത് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം നമുക്കൊരു CSR ഫണ്ടിങ് ആക്ടിവിറ്റി നമ്മൾ ഗേൾസിന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഗേൾസ് ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് അവർ ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ വെരി ഹാപ്പി to announce that ചില ഗേൾസ് മോർ ദാൻ 1 lakh rupees ആണ് ക്രൗഡ് ഫണ്ട് ചെയ്തിരിക്കുന്നത് വിത്ത് ദർ ഫോളോവേഴ്സ്, വിത്ത് ദ കോൺടാക്ട്സ് ദാറ്റ് ദേ ഹാവ്. ആൻഡ് നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ഹോസ്പിറ്റൽസിൽ നമ്മൾ ഇൻക്യുബേറ്റേഴ്സും വെന്റിലേറ്റേഴ്സും ന്യൂ ബോൺ ബേബീസിന് കൊടുക്കാവുന്നതാണ്. കാരണം ബാക്കിയുള്ള എല്ലാ ഇഷ്യൂസിനെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്, പക്ഷേ ഈ ഒരു കേസിലേക്ക് ഒരുപാട് അറ്റൻഷൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വൈ നോട്ട് ഗിവ് ദ ഗേൾസ്. ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും മിസ് വേൾഡിലൊക്കെ പോകുമ്പോൾ ഐ വോണ്ട് ടു മേക്ക് ദ വേൾഡ് ബ്യൂട്ടിഫുൾ, വേൾഡ് പീസ് എന്നൊക്കെ പറഞ്ഞ കുറേ ആൻസേഴ്സ് പറയും. പക്ഷെ അതിൽ സബ്സ്റ്റൻസ് നമ്മൾ അതിൽ വർക്ക് ചെയ്യുമ്പോഴാണ് വരിക. സോ അതിനാണ് നമ്മൾ ഗേൾസിന് ഇതൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത്. ആൻഡ് നമ്മുടെ എല്ലാ ഗേൾസും ക്രൗഡ് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന 30th നമ്മൾ ആ ക്രൗഡ് ഫണ്ടിങ് ചെയ്തിട്ടുള്ള അമൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റൽസിലേക്ക് കൊടുക്കുന്നതും അത് റിവീൽ ചെയ്യുന്നതൊക്കെ അന്നായിരിക്കും. സോ ഇവിടെ സൗന്ദര്യ മത്സരം കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ നേരിട്ട് ഇതുവരെ? നിങ്ങളുടെയൊക്കെ ഫസ്റ്റ് ടൈം ആണോ ഒരു സൗന്ദര്യ മത്സരം കാണാന്നുള്ളത്? വിച്ച് ഇസ് വെരി എക്സൈറ്റിംഗ്. ഇവിടെ ആരും കണ്ടിട്ടില്ല? ഓക്കെ, അപ്പോൾ സൗന്ദര്യ മത്സരത്തിൽ വേറൊരു കാര്യമുണ്ട്. വാക്കിന്റെ കൂടെ തന്നെ ഒരു ഔട്ട്ഫിറ്റ് എങ്ങനെ ക്യാരി ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മൾ ലെഹങ്കാസ് കണ്ടു, പക്ഷെ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള റൗണ്ടാണ് സാരി റൗണ്ട്. അപ്പൊ നമ്മൾ സാരി റൗണ്ടിലേക്ക് പോകാം. പക്ഷെ അതിന് മുന്നേ നമ്മൾ ആ ഫസ്റ്റ് തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പേരുണ്ട്, നൂഹ മാം. ഷീസ് വൺ ഓഫ് ദ മോസ്റ്റ് നമ്മുടെ ഏറ്റവും ഷോ സ്റ്റോപ്പേഴ്സ് സെലിബ്രിറ്റിയാണ്. സോ നൂഹ മാം, മാം ആദ്യമായിട്ടാണോ ഒരു ബ്യൂട്ടി പാജന്റെ ഭാഗമാകുന്നത്? ആൻഡ് മാമിന് എങ്ങനെയുണ്ടായിരുന്നു വർക്കിംഗ് വിത്ത് മിസ് സൗത്ത് ഇന്ത്യ ആൻഡ് വാട്ട് ആർ യു മോസ്റ്റ് എക്സൈറ്റഡ് അബൌട്ട്? ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എന്താ പറയുക, ഞാൻ എൻ്റെ ഷോപ്പിൽ ഇതിന് മുന്നേയും ഇതുപോലുള്ള റാമി ഷോസ് വെച്ചിട്ടുണ്ട്. എൻ്റെ ആലപ്പുഴ ഷോപ്പിൻ്റെ ഓപ്പണിങ്ങിനാണെങ്കിലും ഇവിടുത്തെ ഇഹാ ഡിസൈൻസിലെ കൊച്ചിൻ ഷോപ്പിലും. ഇപ്പോൾ എന്താ പറയുക, ഇത് ഇപ്പോൾ മോഡൽസ് ആയിട്ടുള്ള കുട്ടികളുടെ കോൺഫിഡൻസും അവരുടെ ആ ഒരു എന്താ പറയുക ടാലൻ്റൊക്കെയാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ഭംഗിയായിട്ട് പുറത്ത് വരുന്നത്. അപ്പോൾ മോഡൽസ് വേറെ ഇത് കാണുമ്പോൾ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. പക്ഷേ ഇന്നത്തെ ബ്രൈഡൽ ഷോയിൽ അർച്ചന പറഞ്ഞ പോലെ ഇന്ന ഒരു ക്രൈറ്റീരിയ ഇല്ലാതെ ഉയരം കൂടിയ കുട്ടികളുണ്ട്, ഉയരം കുറഞ്ഞ കുട്ടികളുണ്ട്, കളറുള്ള കുട്ടികളുണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് നമ്മളിൽ ഒരാളെ തന്നെ കാണുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ സൂപ്പർ മോഡൽസ് ആയിട്ടുള്ള ആളുകൾ എന്ത് ഡ്രസ്സ് വെയർ ചെയ്താലും ഭയങ്കര ഭംഗിയായിരിക്കും അല്ലേ? പക്ഷെ ഇങ്ങനെയുള്ള നമ്മളെ പോലെ തന്നെ സൊസൈറ്റിയിൽ നോർമൽ ഒരു രീതിയിൽ വരുന്ന ഒരു കുട്ടികൾ ഇത് വെയർ ചെയ്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അതിലുപരി നിങ്ങളുടെ ആ ഒരു ടാഗ് ലൈൻ അടിപൊളിയാണ്. ഫസ്റ്റ് ടൈം ആണെന്ന് പറയണോ അല്ലേ ഇങ്ങനെ ഒരു ടാഗ് ലൈനിൽ മിസ് സൗത്ത് ഇന്ത്യ കോൺടെസ്റ്റ് നടത്തുന്നത്. എന്തായാലും അർച്ചന ആൻഡ് ടീമിന് വലിയൊരു എന്താ പറയുക കൺഗ്രാറ്റുലേഷൻസ്. ഇത്രയും വലിയൊരു എഫേർട്ട് എടുത്ത് അർച്ചന ആൻഡ് ടീം വന്നത് ഭയങ്കര സംഭവമാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് കൊച്ചി പോലുള്ള ഒരു മാർക്കറ്റിൽ വന്നിട്ട് ഏറ്റവും പുതിയ സംഭവങ്ങൾ കൊണ്ടുവരുക, അതെങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ നോക്കിയപ്പോഴാണ് അർച്ചനയുടെ ഈ തീം എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. മിസ് സൗത്ത് ഇന്ത്യ 2025 ഒരു ഫാഷൻ പാർട്ട്ണർ ആകാൻ ഇഹാ ഡിസൈൻസിന് സാധിച്ചതിൽ സന്തോഷം. ഇന്നിപ്പോ ഈ നമ്മളുടെ ഡ്രസ്സ് പേര് പല കുട്ടികളും ആദ്യമായിട്ടാണ് റാമ്പിൽ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. അവർക്ക് അതിൻ്റെ ഒരു പരിഭ്രമം ഉണ്ടെങ്കിൽ കൂടി അവരെ കൊണ്ടാകുന്ന മാക്സിമം എഫേർട്ട് ഇട്ട് അത് ചെയ്യുന്നത് കാണുമ്പോഴും എൻ്റെ ആ ഡ്രസ്സിന്റെ ഭംഗി അവരിലൂടെ കാണാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷം. അപ്കമിങ് വെഡിങ് സീസണിലെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് സാരീസും ലെഹങ്കാസും ഗൗൺസ് ആൻഡ് ഡിസൈനർ സാരീസ്, കാഞ്ചീവരംസ് എല്ലാം കൂടി തന്നെ ഇതിൽ കൂടെ നമ്മൾ കാണിക്കുന്നത്. സോ എൻ്റെ എല്ലാ കസ്റ്റമേഴ്സും ഈ ഒരു വീഡിയോസ് ഇതൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് മെയിൻ തിങ്, ഇതിൻ്റെ എല്ലാ ഓർഗനൈസേഴ്സും എല്ലാവരും എന്താ പറയുക എന്നെ പോലെ തന്നെ ലേഡീസ് ആണ്. അത് അർച്ചനയൊക്കെ ഭയങ്കര ചെറിയ കുട്ടിയാണ്, ഇതിനൊക്കെ എഫേർട്ട് എടുത്ത്. ഇപ്പോൾ ഫസ്റ്റ് അർച്ചന എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അഫാസിനോട് പറഞ്ഞു, ചെറിയൊരു കുട്ടി ഇവൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇത്രയും വലിയൊരു കാര്യം എന്നുള്ളതാണ്. പക്ഷെ വളരെ നന്നായിട്ട് ചെയ്യണം. അപ്പോൾ ഇനി അപ്കമിങ് ഇവന്റിന് ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഇതിലെ എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് മാം. നൂഹ മാമിന്റെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണാറുണ്ട്. അപ്പം നേരിട്ട് മാമിനെ കാണാൻ പറ്റി കുറെ പേർക്ക്, നമ്മുടെ ഗേൾസിനും ആ ഒരു ഭാഗ്യം ഉണ്ടായി.